ഇളനീരും റെഡി. കുട്ടിരാമ കൊളപ്പനാള് തന്നെടാ. ഓ അല്ല ഹരി, എനക്കിത് വയറിന് പിടിക്കുവോ? ശീലമില്ലാത്തല്ലേ, കുറച്ചൊരു പൂതിക്ക് കഴിച്ചാ മതിട്ടാ. പാലിശ്ശേരികൾ പുകഞ്ഞു. അത് ചോദിക്കാനുണ്ടോ? പുക പൊങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ പാലിശ്ശേരി കാണും. ശ്രീധരേട്ടൻ കഴിക്കണില്ല? എനിക്ക് വേണ്ട മോനെ, പാലക്കാട് പോണം. വിഷുവിന് വിക്രമിന്റെ തമിഴ് പടം പറഞ്ഞു വെച്ചിട്ടുണ്ട് ജിൽ. ഇതും കഴിച്ചിട്ട് പോയ സംഗതി നടക്കില്ല. എന്നെ ഇന്നൊഴിവാ. എന്തോ നല്ലൊരു വിഷയമായിട്ട് വിക്രമന്റെ തമിഴ് പടങ്ങൾ വെക്കണത്. വല്ല പുണ്യ പുരാണ പടങ്ങളും വെക്കാത്ത എന്തൊരപ്പി. നിനക്ക് എവിടെ നിന്ന് കിട്ടി തെക്കൻ തിരുവനന്തപുരം സ്ലാങ്? അത് ഞാൻ പറഞ്ഞില്ലല്ലേ. പാരീസ് ടു ഡൽഹി ഫ്ലൈറ്റിൽ ഒരു കോള് കിട്ടി. തിരുവനന്തപുരം മണ്ണന്തലക്കാരി ഒരു അക്കൻ എന്ന് വെച്ചാൽ ഒരു നെയ്ച്ചേച്ചി. രാത്രി ഉറങ്ങാതെ ഞാൻ അക്കനെ നമ്മുടെ വള്ളുവനാടൻ മലയാളം പഠിപ്പിച്ചു. അക്കൻ നല്ല പൊളപ്പൻ തിരുവനന്തപുരം ഭാഷ എന്നെ പഠിപ്പിച്ചു. ശ്രീധരേട്ടാ ഇവിടെ ശ്രദ്ധിക്ക്. പാവം അക്ക ഇപ്പൊ പുളിമൂട് ജംഗ്ഷനിൽ ഇരുന്ന് ഞാൻ പറഞ്ഞില്ലട്ടോ നിക്ക് വയ്യാന്നേ, ഈ കുട്ടിയുടെ ഒരു കൂട്ടം കാര്യങ്ങളെ എന്നൊക്കെ പറഞ്ഞ് വീളാ വിവശായി നടക്കുന്നുണ്ടാവും. അപ്പൊ പ്രശ്നം വിഷുവിനെ പ്രതിഭയെ കളിക്കേണ്ട പടം. ഹരിയെ നിനക്ക് ഓർമ്മയുണ്ട, നീയും ഈ സഹദേവനും കൂടി ടിക്കറ്റ് എടുക്കാണ്ട് ടാക്കീസിന്റെ മറവൊക്കെ അകത്ത് കയറിയപ്പോ ശ്രീധരേട്ടൻ പിടിച്ചത്? ആ കറക്റ്റ്. പൊന്നാവരം കൊട്ട കരടി ബലാത്സംഗം ചെയ്യണ പടം. 10ാമത്തെ പ്രാവശ്യം ടിക്കറ്റ് എടുക്കാൻ കയ്യിൽ കാശില്ലാതെ അകത്ത് കയറി വിജയശ്രീയുടെ കൂടെ കണ്ടപ്പോ കറക്റ്റ് എന്നെ പിടിച്ച് കിഴക്കുന്ന മൂത്രപ്പരയുടെ സൈഡിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞില്ലേ? കറക്റ്റ്. എന്നാലും എന്റെ ശ്രീധരേട്ടാ. എടാ കുഞ്ഞുട്ടിയെ, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഓരോന്ന് ഓർമ്മിപ്പിക്കാൻ കണ്ട നേരം. ഇനി അതിപ്പോ തൂങ്ങിക്കോളൂ. ഹലോ, എക്സ്ക്യൂസ് മീ ചെയ്ത് വിഷുവിന് പൊന്നാവരം കൊട്ട മതി. ഞാനും സഹദേവനും ടിക്കറ്റ് ഇല്ലാതെ കാണാൻ വരികയും ചെയ്യും. എന്തിനു ചെയ്യുമെന്ന് അറിയണമല്ല. പൊന്നാവരം കോട്ടയോ? പ്രിന്റ് എവിടെ നിന്ന് കിട്ടാൻ? നീ കിട്ടിയാ തന്നെ ആര് കാണാൻ വരാൻ? ആരും വരണ്ടെന്നേ. ഷോയുടെ കാശ് ഞാൻ തരും, നിങ്ങൾ പടം കൊണ്ടുപോവാ. എല്ലാ ദിവസവും പൊന്നാവരം കോട്ട. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയൂണ്, വൈകുന്നേരത്തെ കാപ്പി, ഡിന്നർ എല്ലാം തിയേറ്ററിനകത്താക്കാം. നേരം വെളുത്ത് രാത്രിയായി പിറ്റേന്ന് നേരം വെളുക്കുന്നത് വരെ പൊന്നാവരം കോട്ട. ഹൗസ് ഫുൾ ഷോയുടെ കാശേ അഡ്വാൻസ് ആയിട്ട് കൊടുക്കാം. അതെ, പ്രിന്റ് തപ്പിയെടുക്കും. തപ്പാൻ. അപ്പൊ പാലക്കാട് പോണ്ടല്ലോ. അടിക്കണ്ണ നിന്റെ കാര്യം ബെസ്റ്റ് കണ്ണ ബെസ്റ്റ്. ഹരിയെ, താൻ തിരിച്ചു പോകുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്ക്. അതിനനുസരിച്ച് കാര്യങ്ങൾ ചാർട്ട് ചെയ്യാലോ. കറക്റ്റ് ജോസേട്ടാ, യു ആർ അബ്സല്യൂട്ട്ലി കറക്റ്റ്. ഒരുപാടുണ്ട് ഒരു ചെറിയ കാലം കൊണ്ട് ചെയ്യാൻ, ചെയ്ത് പൂർത്തിയാക്കാൻ. ഒരു ചെറിയ കാലം എന്ന് പറഞ്ഞാൽ വർത്തമാനകാലം എന്നാണ്. വർത്തമാനം എന്ന വാക്കിനർത്ഥം മാനം ചെയ്യത്തക്കവണ്ണം വർത്തിക്കുന്നത് എന്നാണ്. ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് നേരിട്ട് അനുഭവിച്ചറിയാൻ കഴിയുന്നത്. വർത്തമാനകാലം ഒരു ബിന്ദുവാണ്. ഓർമ്മയിൽ മാത്രം നിലനിൽക്കുന്ന ഭൂതത്തിനും സങ്കല്പം അല്ലെങ്കിൽ ആഗ്രഹം മാത്രമായ ഭാവിക്കും ഇടയിൽ ഇതൊന്നു മാത്രം സത്യം. സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഈ കാലത്തിൻ്റെതാണ്. ഈ കുടം ഇന്നലെയും നാളെയും പൊട്ടിക്കാനാവില്ല. അത് ഇന്ന് ദാ ഈ നിമിഷം പൊട്ടുന്നു. ഇപ്പൊ കുടമെന്ന അവസ്ഥ ഭൂതകാലത്തിൻ്റെതായി. ഭാവിയിലും ആ കുടമില്ല. മീനായതും ഭവതി മാനായതും ജനനി നീനാഗവും നഗഗഖം താനായതും ഖരനദീനാരിയും നരനുമാ നാഗവും നരകവും നീ നാമരൂപമതിൽ നാനാവിധ പ്രകൃതിമാനായി നിന്നറിയും ഈ ഞാനായതും ഭവതി ഹേ നാദരൂപിണീ അഖോ നാടകം നിഖിലവും.